നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ മാത്രം ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. എന്താണെങ്കിലും ഇന്നു മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന മഹിമ വർഷയെ കാണാനായിട്ട് ഡബ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ മഹിമയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ശ്രീകാന്തിന് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് അഫയർ ഉണ്ടോ? ശ്രീകാന്തിനെ പ്രിയനെ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ വരുന്നേ. ആ സമയത്ത് വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുക. വർഷ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷ ഡബ് ചെയ്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് മഹിമ അവിടെ കാത്തു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഡബിങ് ഒക്കെ കഴിഞ്ഞ് വർഷ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് മഹിമയെ കാണുന്നേ, എന്താ അമ്മ എന്താ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണ. അമ്മയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളേ? അമ്മയ്ക്ക് എന്ത് എന്നോട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ മോളെ, എനിക്ക് പറയാനുള്ളത് ശ്രീകാന്തിനെ കുറിച്ചാന്ന് പറഞ്ഞു. ശ്രീകാന്തിനെ കുറിച്ചോ? അവനെ കുറിച്ച് എന്താ പറയാനുള്ളേ? അവന്റെ പോക്കത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അവന്റെ പോക്ക് ശരിയല്ലെന്നോ? എന്തൊക്കെയാ അമ്മ ഈ പറയണേ? ശ്രീകാന്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അവനെന്താ കുഴപ്പമെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? അവന് കണ്ട പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി അടിച്ച് നടക്കുവാന്ന് പറഞ്ഞു. കണ്ട പെണ്ണുങ്ങളോ? അതെ, പക്ഷെ ഇന്ന് ഞാൻ അവനെ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടായിരുന്നു. അവനും ഉണ്ട്, അവന്റെ കൂടെ വേറൊരു പെണ്ണും ഉണ്ട്. ഓ, അതാണോ? അത് പ്രിയ ആയിരിക്കും എന്ന് പറയാണ്. പ്രിയോ? അതാരാത്? അതെ, അവൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലെ MDയുടെ മോളാന്ന് പറയണ. അവൻ എന്നോട് പറഞ്ഞായിരുന്നു കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കടയിലേക്ക് വാങ്ങിക്കാൻ പോണെന്ന്. അപ്പൊ പ്രിയയുടെ കൂടെ പോകുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞു. എന്നാലും ആ പോക്കും നിപ്പും മട്ടും ഒന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവസാനം ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോ വർഷ പറഞ്ഞു, അമ്മ എന്ത് വർത്താനമേ പറയണേ? അമ്മ ഇത്ര ചീപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കണേ എന്താ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ. അച്ഛന്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരാറുണ്ടായിരുന്നല്ലോ, അമ്മ അവരുമായിട്ട് കമ്പനി ആയിരുന്നല്ലോ, പിന്നെ അമ്മയുടെ ഫ്രണ്ട്സിനോട് അച്ഛന് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്തു വെച്ച് സംസാരിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് അഫയർ ആണെന്നാണോ പറയണേ? അതല്ല മോളെ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പോലും. എന്റെ ശ്രീകാന്തിനെ എനിക്കറിയാം. അമ്മ ഇനിയിപ്പൊ എന്നോട് കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കൊന്നും വേണ്ട. അതല്ല മോളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. ഒരു കാര്യം ചെയ്യേ, അമ്മയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നറിയാവോ? വല്ല സിനിമയിലെ വല്ല കഥ എഴുതാൻ കഥ എഴുതാനോ? അതെ, അമ്മ ഇപ്പൊ കണ്ടില്ലേ, ഇല്ലാത്ത കാര്യമല്ലേ അമ്മ പറഞ്ഞുണ്ടാക്കുന്നേ. എനിക്ക് ഈ അമ്മയുടെ ഈ കള്ളക്കഥയൊന്നും കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. എനിക്ക് ഡബ് ചെയ്യാനുണ്ടെന്ന് പറയണ. അമ്മ പോവാൻ നോക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹിമ പറഞ്ഞു, ദേ മോളെ, ഞാൻ സത്യമായിട്ടുള്ള കാര്യ പറഞ്ഞേ. ഇനി അമ്മ കൂടുതൽ സത്യമൊന്നും പറയണ്ട. എനിക്ക് ശ്രീകാന്തിനെ അറിയാം എന്നും പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് കയറിപ്പോയി. അതേ സമയത്ത് ശ്രുതി മീരയെ കാണാൻ ചെല്ലുവാണ്. മീരയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എടി, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ വീഡിയോ എങ്ങനെയെങ്കിലും ആ സച്ചിയുടെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ അത് അടിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ആ നവീന്റെ പ്രശ്നം ആ രൂക്ഷമായിക്കൊണ്ടിരിക്കുവല്ലേ. എങ്ങനെയെങ്കിലും ആ വീഡിയോ ഒന്ന് തപ്പിയെടുത്ത് ആന്റണിക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടക്കും. അല്ലെങ്കിൽ സച്ചിയും രേവതിയൊക്കെ വരച്ച വരെ നിർത്താനായിട്ട് ആ വീഡിയോ മാത്രം മതി. ആ വീഡിയോ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ബലമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീര പറഞ്ഞു, ഇനിയിപ്പോ എന്തേലും ഒരു മാർഗം പ്രയോഗിക്കണം ആ വീഡിയോ കൈക്കലാക്കാനിട്ട്. സച്ചിയുടെ ഫോൺ അങ്ങനെ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലോ എന്ന് പറഞ്ഞു. അതേനെ, കഴിഞ്ഞ ദിവസം എന്റെ ഈ ഫോൺ കിട്ടിയതാ, പക്ഷെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാനായിട്ട്. അത് മിസ്സായി പോയെന്ന് പറയണേ. കൃത്യസമയത്ത് ചാർജ് കയറുന്നോണ്ടാ, അല്ലായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. ആ സമയത്ത് രേവതി തന്റെ വീട്ടിലായിരുന്നു. ലക്ഷ്മി അമ്മയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മ പറഞ്ഞു, മോളെ, വീട്ടിൽ നല്ലൊരു പൂജ നടത്തുവാണെങ്കിൽ നല്ല കാര്യം. കുറെ പ്രശ്നങ്ങളൊക്കെ അല്ലേ വന്നുകൊണ്ടിരിക്കുന്നേ. ഒരു പൂജ നടത്തുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു സർവൈശ്വര്യ പൂജ നടത്തുവാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രേവതി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, പക്ഷെ എന്റെ അമ്മായിമ്മ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയുടെ സ്വഭാവം അറിയാലോ. ഇപ്പൊ പൂജ ഞാനാ നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്നിനും സമ്മതിക്കില്ല എന്ന് പറയണം. അതെ, ഒരു കാര്യം സച്ചിയോട് പറ, സച്ചിയുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിനക്ക് വീണു പരിക്കായി. അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളെ വാല വന്നുകൊണ്ടിരിക്കുന്നേ. അതൊക്കെ ശരിയാവുമേ. അമ്മ ധൈര്യമായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് അമ്മയുടെ ദേവുവിന്റെ ശരത്തിന്റെ കാര്യം ഓർത്തിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ശരത്തിന് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മ രേവതിക്ക് ആഹാരമൊക്കെ കൊടുത്ത് രേവതിയെ പറഞ്ഞു വിടുന്നേ. ആ രേവതി വീട്ടിലേക്ക് ഒന്ന് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേന് സച്ചി അങ്ങോട്ട് വരുവാണ്. സച്ചി വന്നിട്ട് ചോദിച്ചു,
എന്തൊക്കെയുണ്ട് വീട്ടിൽ ചെന്റെ വിശേഷങ്ങളൊക്കെ? അല്ല, സച്ചേട്ടന് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോന്നിട്ടോ? ആ, അത് പിന്നെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ എങ്കിലേ ഓട്ടോ ഇല്ലായിരുന്നു പറഞ്ഞു. ഓട്ടോ ഇല്ലായിരുന്നെന്നോ? അതേന്നെ, വിളിച്ച ആള് പിന്നെ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ആ ശരി, എന്നാ ഞാൻ പെട്ടെന്ന് ആഹാരം റെഡിയാക്കാം എന്ന് പറയണ. അല്ല, നീ ആഹാരം കഴിച്ചിട്ടല്ലേ പോന്നെ? അതെ, ഞാൻ കഴിച്ചിട്ടാ പോന്നെ. ആ നേരത്തിന് സാവകാശം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സച്ചേണ്ണ വിശക്കില്ലേ? ഇപ്പൊ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മ ഒരു കാര്യം പറഞ്ഞെന്ന് പറയാ. എന്താ? അല്ല, നമുക്കിവിടെ ഒരു സർവേശ്വരി പൂജയും കാര്യങ്ങളൊക്കെ വെച്ചാലൊന്ന് വീട്ടിൽ പൂജയൊക്കെ വെക്കാനോ? അതേനെ, സർവേശ്വരി പൂജയൊക്കെ വീട്ടിൽ നടത്തുവാണെങ്കിൽ നല്ലതാന്നാ പറഞ്ഞേ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഹാ, നല്ല കഥയെ ഇതും പറഞ്ഞുകൊണ്ട് നീ അമ്മയുടെ അടുത്ത് എന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ അത് മതി. അല്ല സച്ചേട്ടാ, കഷ്ടകാലമാണെങ്കിൽ കഷ്ടകാലമൊക്കെ മാറുന്നതിന് നല്ലതാ. അത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അതിനൊന്നും അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ചോദിച്ചു നോക്കാം. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് ആദ്യം പറയാം. അച്ഛനെ സംസാരിച്ചു നോക്കട്ടെ അമ്മയോട്. അല്ലാതെ നമ്മൾ നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രനോട് പോയി കാര്യങ്ങൾ പറയാണ്. ഇന്നൊരു പൂജ നടത്തണം. രേവതിക്ക് ഭയങ്കര നിർബന്ധം. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കഷ്ടകാലങ്ങളൊക്കെ ഉണ്ടെന്നാ പറയണേ. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും വെച്ചാ എനിക്കൊരു സമാധാനത്തിന്. ഒടുവില് രവീന്ദ്രൻ പറഞ്ഞു, ശരി, നമുക്ക് നടത്താന്ന് പറയണ. സച്ചോട് ഞാൻ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മയ്ക്ക് തന്നെയാണെങ്കിൽ അമ്മ സ്വന്തമായിട്ട് വെക്കുന്നതാണ് പ്രശ്നമില്ല. ഇപ്പൊ രേവതി പറഞ്ഞിട്ടാന്നറിയണോ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണ്, ഞാൻ ചന്ദ്രമതിയോട് സംസാരിക്കാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഒടുവില് ചന്ദ്രമതി വീട്ടിലേക്ക് വരുന്ന സമയത്ത് രവീന്ദ്രൻ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഇതൊക്കെ ഇവള് പറഞ്ഞതായിരിക്കും, ഇവളുടെ രീതികളാ ഇതൊക്കെ. അത് കേട്ടപ്പോ രേവതിക്ക് സങ്കടമായി. രേവതി പറഞ്ഞു, അമ്മേ, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ? പിന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിനക്ക് എന്തറിയാം? നിനക്ക് എന്തേലും അറിയാവോ? നീ ഇപ്പോഴും വാടക വീട്ടിലല്ലേ നീ നിന്റെ അമ്മയൊക്കെ കിടന്നുകൊണ്ടിരുന്നേ? എന്നിട്ട് ഇപ്പോഴല്ലേ ഇത്ര നല്ലൊരു വീട്ടിലേക്ക് വന്നത്? ഇത്രയും കാലം അവിടെയല്ലേ കിടന്നേന്ന് ചോദിച്ചു. ഇതൊക്കെ ശ്രുതി പറയണ, അതുകൊണ്ട് കാര്യമുണ്ട്. കാരണം ശ്രുതിയൊക്കെ വലിയ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയല്ലേ, നിന്നെപ്പോലൊന്നുമല്ല. നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ വല്ലതും അറിയാവോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, എന്താണല്ലോ അമ്മയെക്കാളും കൂടുതലായിട്ട് രേവതിക്ക് അറിയാന്ന് പറഞ്ഞു. പിന്നെ അവനവന്റെ ഒരു ഭാര്യയെ പൊക്കി പിടിച്ച് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ വെറുതെ കാണും ദേഷ്യപ്പെടുന്നേ? ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അതിന് സമ്മതിക്കില്ലെന്ന് ചോദിച്ചു. പിന്നെ നല്ല കാര്യം പോലും രവിയാണ് ഇതൊക്കെ അങ്ങോട്ട് പറയാം, ഇതൊക്കെ ഇവളുടെ വെറുതെ നമ്പരാ. ആ സമയം രേവതി ചോദിച്ചു, ഞാൻ എന്തിനാ അമ്മയെ നമ്പർ ഇടുന്നേ? ഈ കുടുംബത്തില് സന്തോഷ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നേ. പിന്നെ നിന്റെ ഒരു സന്തോഷ സമാധാനം നീ എന്ന് ഈ വീട്ടിലേക്ക് വന്നു കയറിയോ അന്ന് പോയത് ഈ കുടുംബത്തിലെ സന്തോഷ സമാധാനമൊക്കെ. അതിനുശേഷം ഇന്ന് വരെ വന്നിട്ടില്ല. നീ ഈ വീട്ടിൽ കാലുകുത്തിയതിനു ശേഷം ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു പൂജയും കാര്യങ്ങളും അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ. നീ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചിക്ക് സഹിക്കോ? സച്ചി പറഞ്ഞു, ഇതേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തിയാണ്ടല്ലോ. അങ്ങനെയാണെങ്കിലേ അമ്മ ഈ വീട്ടിലേക്ക് വന്നു കയറിയതിനു ശേഷം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഞാനോ? അതെ, അച്ഛന്റെ ജീവിതത്തില് അച്ഛന് എന്നെങ്കിലും ഒരു ദിവസം സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട എന്ന് പറയണ. ചന്ദ്രമതി പറഞ്ഞു, നിന്റെ അച്ഛനോട് നീ ചോദിച്ചു നോക്കടാ. പ്രത്യേകിച്ചൊന്നും ചോദിച്ചു നോക്കാനൊന്നുമില്ല, ഞാനിവിടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നല്ലേ, ഇനിയിപ്പൊ എന്ത് ചോദിക്കാൻ എന്റെ അമ്മേ? അത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി, നാണക്കേടൊക്കെ തോന്നുവാണ്. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ ചന്ദ്രമതി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രമതി പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, ഇനിയിപ്പൊ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട സച്ചി, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, എനിക്കറിയാം എന്താന്ന് എങ്ങനെ ചെയ്യണമെന്നൊക്കെ, ഞാൻ ഡീൽ ചെയ്യാന്നൊക്കെ വാക്ക് കൊടുക്കുവാണ് സച്ചിക്കും രേവതിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.